പടം വെറും മുഖ്യ പടം. റോളക്സ് വരാതൊന്നുമല്ല, പടത്തിൽ ഒന്നുമില്ല, ഒരു കോപ്പില്ല. അമീർ ഖാൻ വെറും കോമഡി പീസ്. ലോകേഷിന്റെ പടവേ അല്ല ഇത്, ലോകേഷിന്റെ പടവേ അല്ല, വെറും വേസ്റ്റ്, പൈസ വേസ്റ്റ്. ഒരു മനുഷ്യൻ കാണുന്നത് നെഗറ്റീവ്, ഫുള്ള് നെഗറ്റീവ്, ഒന്നും മനസ്സിലായില്ല. മൊത്തം പടം തുടങ്ങിയ ഒരു അവസാനം വരെ കിളി പോയായിരുന്നത് മൊത്തത്തിൽ. പടമൊക്കെ പോകേണ്ട സമയം കഴിഞ്ഞ് കൈയും കിടന്ന് പൊങ്ങുന്നില്ല അപ്പോൾ അയാൾക്ക്. അയ്യോക്ക് ഇത് വെച്ച് നോക്കണം എന്ത് ബെറ്റർ സിനിമയാണെന്നറിയോ. ലോകേഷിന്റെ കരിയറിൽ ഏറ്റവും മോശം ഫിലിം, മോശം എന്ന് വെച്ചാൽ വളരെ മോശം, ഒന്നും പറയാനില്ല. കണ്ട് കിളി പോയി. വേറെ 3 മണിക്കൂർ എങ്ങനെ തീരുമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നത്, എപ്പോൾ തീരും എന്നുള്ളതാണ് ഫുള്ള്. സൗബിൻ കുറച്ചെങ്കിലും കൊള്ളാം, വേറെ ഒരു വഴിക്കുള്ളൂ, 150 അല്ല, നമ്മൾ 250 മുകളിൽ കൊടുത്താണ്. വേസ്റ്റപ്പാ പടം കൊള്ളില്ല. നമ്മൾ ലോകേഷിൻ്റെ പടം എന്ന് പറയുമ്പോഴേ നമ്മളെ കുറച്ച് പ്രതീക്ഷിച്ചല്ലേ വരുന്നത്. ഒരു സംഭവമില്ല. വിക്രമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വിക്രമിൻ്റെ ഒരു 7 അയലത്ത് വന്നിട്ടില്ല. വെറും ദേശം സ്ക്രിപ്റ്റൊക്കെ കയ്യിൽ നിന്ന് പോയെന്ന് വെച്ചാൽ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ അതെന്താണ് കഥ, എന്താണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, എന്താണ് സ്റ്റോറി, എന്താണ് ത്രെഡ്, ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഒന്നുമില്ല. വെറും കുറച്ച് സ്ലോ മോഷനിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്താ അതൊരു സിനിമയാവും. അത്രേ ഉള്ളൂ. നല്ല പ്രതീക്ഷിച്ച് സത്യം പറഞ്ഞാൽ മലയാളത്തിൽ പറയണോ അല്ലെങ്കിൽ വേറെ വല്ല ലാംഗ്വേജ് പറയണോ? പോക്ക സിനിമ വലിച്ചുകൊണ്ടിരിക്കുക അത്ര തന്നെ. ഞാൻ പോപ്കോൺ പോലും മേടിച്ചില്ല, ആയികാശി എൻ്റെ പോക്കറ്റിൽ ലാഭിച്ച്. ഫസ്റ്റ് ഹാഫിൽ തന്നെ മനസ്സിലായി എനിക്ക്, അതുകൊണ്ട് ടിക്കറ്റിൻ്റെ കായ് മാത്രം പോയി കിട്ടി. എന്താ പറയുക, മനുഷ്യനെ തെറി വിളിക്കാണ്ടി തോന്നി, പക്ഷേ ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് വിളിച്ചില്ല, അത്ര ഉണ്ട്. നല്ല പടം രക്ഷയില്ല, ഒരു രക്ഷയില്ല, തിരിച്ചൊരു സൂപ്പർ പൊളിച്ചടിച്ചു. നല്ല പടം ബ്രോ, നല്ല പടം. 3 മണിക്കൂർ എങ്ങനെ ഉണ്ട്? 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. നല്ല പടം മേക്കിംഗ് കാര്യമെല്ലാം കൊള്ളാം. പിന്നെ അതിന് എല്ലാവരും ആക്ടിങ് എല്ലാം പൊളിയായിട്ടുണ്ട്. പിന്നെ മസ്റ്റ് വാച്ച്. കൊള്ളായിരുന്നു ബ്രോ, നല്ല മൂവിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആയിരുന്നത്. പിന്നെ ഇങ്ങനെ നല്ല മൂമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. சூப்பர் சார், படம் அருமையாக இருக்குது. தலைவரோட படம் தலைவர் தான், கனராஜோட ஆக்டிங் சூப்பராக இருக்குது. നൈസ് ബ്രോ, അടിപൊളി. നല്ലതാണ് നല്ല പടമാണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഡെഫിനറ്റ്ലി ഹാപ്പി. ഇത് കുഴപ്പമില്ല, കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഓൺ ടൈം വാച്ച്, അത്രേ കുഴപ്പമില്ല. വേണമെങ്കിൽ കണ്ട് ലോക്കിക്ക് വേണ്ടി അല്ലെ സൂപ്പർ സ്റ്റാറിന് വേണ്ടി കണ്ടു. പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ട്, എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വന്നു. നല്ല പടം, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോബിൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, വിചാരിച്ച പോലെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് സീക്വൻസ് അനിരുദ്ധ കൊള്ളാം, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പടം കണ്ടിറങ്ങിയിട്ട്. ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇല്ല, ലോകേഷ് മൂവിയാണ്. ഭയങ്കര എന്താ പറയുക, ഓവറായിട്ട് സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു ഡീസൻ്റ് ആയിട്ട് എന്നാൽ മാസ് BGM ആയിട്ടുള്ള അടിപൊളി. അനിരുദ്ധിൻ്റെ മ്യൂസിക് പൊളി. 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല ബ്രോ. ഒന്നും രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാനുണ്ട്. BGM ആയിരുന്നാലും BGM ഉള്ളൂ അതിൽ. BGM പാട്ടും കറക്റ്റ്. ഉപേന്ദ്രയും അമീർ ഖാൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ക്യാമിയോ റോളിൻ്റെ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. പക്ഷേ ഇത് കൊള്ളാം, പക്കയായിട്ടുണ്ട്. വലിയ രസമില്ലായിരുന്നു, ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചൊന്നും വന്നിട്ടില്ല. ഒരു സിനിമറ്റോഗ്രാഫി BGM വൈസൊക്കെ ഓക്കെയാണ്, പക്ഷേ ഒരു എക്സ്പെക്ടേഷൻ്റെ അത്രയും വന്നില്ല. ഇത്രയും ഒരു സ്റ്റാർ കാസ്റ്റൊക്കെ വെച്ചിട്ട് വരുമ്പോഴത്തേക്കിന് ആ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു, അത്രയൊന്നും എത്തിയിട്ടില്ല. പടം അടിപൊളി. അനിരുദ്ധ് നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പടം കിടുപടം. തലവരുടെ സ്വാഗ് ഇതുവരെ കാണിച്ച രീതിയിൽ, ആക്ഷൻ രീതിയിൽ നല്ല പൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. നാഗാർജുന കിഡുമായിരുന്നു, അടിപൊളി. അങ്ങേര് വില്ലണം ചെയ്തത് ഇത് ഫസ്റ്റ് ടൈം ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് കിഡുമായിട്ട് ചെയ്തു, നല്ല കട്ട സ്വാഗ് കൊടുത്ത്. സൗബിൻ എന്നുള്ള ക്യാരക്ടർ അടിപൊളി. അങ്ങേര് വില്ലനായിട്ട് എത്രത്തോളം നല്ല എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ അത്രത്തോളം മാസമായിട്ട് ചെയ്തിട്ടുണ്ട്. അമീർ ഖാൻ എന്നുള്ള റോള് നിങ്ങൾ ഒറ്റ സീനേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ കണ്ടാൽ മതി. ഫ്ലാഷ് ബാക്ക് പോർഷൻ ഉണ്ട്, അതും കണ്ടാൽ മതി. LCU ആണോ അല്ലയോ എന്നുള്ളത് തിയേറ്ററിൽ പോയി കണ്ടാൽ മതി. തലവരെ പിന്നെ പറയണ്ടല്ലേ, എപ്പോഴും മാസ് തന്നെയാണ്. സൂപ്പർ സ്റ്റാർ. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, തലവരെ എപ്പോഴും മാസം തന്നെയാണ്. നെഗറ്റീവൊക്കെ അത് അങ്ങനെയൊന്നും നോക്കുകയൊന്നും വേണ്ട. അത് ചിലപ്പം അത് അവരവരെ കാഴ്ചപ്പാടനുസരിച്ചാണ്. പക്ഷേ ഞാൻ കണ്ടതുവരെ അടിപൊളി പടം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. കൊള്ളാം ബ്രോ, കണ്ടിരിക്കാം. കുഴപ്പമില്ല ബ്രോ, അത് അത്രയ്ക്ക് ആക്കാൻ ലോകേഷിൻ്റെ മറ്റു പടങ്ങളെ പോലെയൊന്നുമല്ല, കൊള്ളത്തില്ല. ഒരു കുറേ ക്യാമിയോസും ഇങ്ങനെ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒരു ആള് ശ്രുതി ഹാസനാണ്. ഇനി ആ പുള്ളിക്കാരി അഭിനയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആർട്ടിഫിഷ്യലിൻ്റെ അങ്ങേ അറ്റവും കൊള്ളാം. കുഴപ്പമില്ലായിരുന്നു ബ്രോ, അത്രയേ ഉള്ളൂ. എനിക്ക് നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് സിനിമ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഉയർന്നിട്ടില്ല. എന്താ പറയുക, കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. കാര്യം ലോകേഷ്
ലാസ്റ്റ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഭയങ്കര എക്സ്പെക്ടേഷൻ ആണല്ലോ. ഒട്ടും അങ്ങോട്ടും എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും ലിയോ ഫാർ ഫാർ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ കൊള്ളായിരുന്നു. ഒരു വിൻറ്റേജ് പോർഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്രയൊന്നും ആ ഒരു ലെവലുണ്ട് എന്ന് പറയാം. എന്തായാലും കൊള്ളാം. ഭയങ്കര ഇഷ്ടപ്പെട്ടു. രജനി ഫാൻ നിലയിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഓവറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഇപ്പോഴത്തെ നെഗറ്റീവ് ചിലർ പറയുന്നുണ്ട്, അത് എന്താണെന്ന് പിടിയില്ല. എല്ലാം നല്ല കഥയാണ്. പല ആർട്ടിസ്റ്റ് നമ്മൾ മോശമെന്ന് വിചാരിച്ച പലരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രുതിഹാസനൊക്കെ ഞാൻ പ്രതീക്ഷ കയ്യിൽ നിന്ന് പോകും, പക്ഷേ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പടം വർക്കൗട്ടായി, ഞാൻ ഹാപ്പിയാണ്. ഇതിന് വർക്കൗട്ടായിരുന്നു. പിന്നെ രജനീകാന്തിന് പറയേണ്ട കാര്യമുണ്ടോ?